ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്കിന്ന് എളുപ്പത്തിലൊരു ബജ്ജി തയ്യാറാക്കിയെടുക്കാം. വെണ്ടയ്ക്ക ബജ്ജിയാണ്. അത് ഞാൻ എന്തായാലും 6-7 അധികം മൂക്കാത്ത വെണ്ടയ്ക്കയാണ്. അത് കഴുകി വൃത്തിയാക്കി ജലാംശമൊക്കെ കളഞ്ഞെടുത്താണ്. ഇതിനെ നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കണം. അതിന് വേണ്ട കൂട്ട് തയ്യാറാക്കാൻ ഇവിടെ കടലമാവ് ഒരു 3 ടേബിൾ സ്പൂൺ, അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഉപ്പ് നമ്മുടെ ആവശ്യത്തിന്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ തന്നെ കായപ്പൊടി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം. വെണ്ടയ്ക്കയെല്ലാം ഞാൻ അതിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മൂക്കാത്ത വെണ്ടയ്ക്ക തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. മാവ് ഞാനിവിടെ കലക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ വെച്ചിട്ടുണ്ട്. ഞാൻ കോഴിവീഞ്ഞർ എണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക മുക്കിയെടുത്തിട്ട് അതിലേക്ക് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റിയാണ്. വെണ്ടയ്ക്ക തന്നെ നല്ല പോഷകഗുണമുള്ളത്, നല്ല അയണുള്ളതാണ് വെണ്ടയ്ക്ക കഴിക്കുന്നത്. ശരീരത്തിന് വളരെ നല്ലതാണ്. നമുക്കിങ്ങനെ ഓരോന്നായിട്ടിങ്ങനെ മുക്കിയെടുത്ത് എണ്ണയിലേക്ക് എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന ഒരു ബജ്ജിയാണിത്. അതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. നമ്മുടെ വെണ്ടയ്ക്ക ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നല്ല ടേസ്റ്റാണ്. മൂക്കാത്ത വെണ്ടയ്ക്ക ആയതുകൊണ്ട് നമുക്കത് കടിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക സുഖം, ഒരു ടേസ്റ്റ് കിട്ടും. വെണ്ടയ്ക്ക കഴിക്കാത്ത കുട്ടികൾക്ക് പോലും ഇതെല്ലാം ഇഷ്ടാവും. 4 മണി പലഹാരമായിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം, എല്ലാവർക്കും കഴിക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.